ഇന്ന് നമുക്കൊരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കിയാലോ? അതും ഫിഷ് വെച്ചിട്ടുള്ളത്. ഇതുപോലൊരു ഫിഷ് ഫില്ലറ്റാണ്. ഗസ ഫിഷ് ഫില്ലറ്റ് എന്ന് പറയും. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മളിത് റെഡിയാക്കുന്നത്. ഇത് ചെറിയ പീസാക്കിയതിന് ശേഷം അതിൻ്റെ കൂട്ടത്തിലൊരു 6-7 ബ്രെഡും കൂടെ സ്ലൈസ് ചെയ്ത് ചെറിയ പീസാക്കി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണേ. എന്നിട്ട് നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ആഡ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഒനിയൻ പൗഡർ ഇല്ലെങ്കിൽ നമുക്ക് സവോളയാണെങ്കിലും പകുതി ഇതിലേക്ക് ആഡ് ചെയ്താൽ മതി. പിന്നെ അതിന് ശേഷം കുറച്ച് ഒറിഗാനോയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ചേർക്കേണ്ടത് നമ്മുടെ റെഡ് ചില്ലി പൗഡറും പിന്നെ കുറച്ചൊരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടെ ആഡ് ചെയ്തിട്ട് കുറച്ച് സോയാ സോസും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ട് ആവശ്യത്തിന് ഇതിലേക്ക് ഉപ്പ് കൂടി ആഡ് ചെയ്യുക. പിന്നെ കുറച്ച് ഓയിലും കൂടെ ആഡ് ചെയ്തിട്ട് ഇതെല്ലാം കൂടി ഒരു ബൗളിലേക്ക് ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമുക്കിതൊന്ന് ടൈറ്റായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് കോൺഫ്ലവറും കുറച്ച് നമ്മുടെ റവയും കൂടി ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കുറച്ച് ടൈം ഒന്ന് ഫ്രിഡ്ജിലൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അങ്ങനെ റെസ്റ്റ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ടൈറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു ഇഷ്ടത്തിനുള്ളൊരു ഷേപ്പിൽ കട്ട്ലേറ്റിൻ്റെ ഷേപ്പോ അങ്ങനെ ഏതെങ്കിലും ഒരു ഷേപ്പിലേക്ക് നമുക്കിത് റെഡിയാക്കി എടുക്കണം. പിന്നെ ഞാനിതിലേക്ക് ബ്രെഡ് ക്രംസിന് പകരം കോൺഫ്ലെക്സ് ആണ് ഇതുപോലെ പൊടിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ മൈദയുടെ ബാറ്ററാണ് ഇതൊന്ന് ഡിപ്പ് ചെയ്യാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഷേപ്പിലെടുത്തിട്ട് ഈ മൈദയുടെ ബാറ്ററിൽ കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് ഇതുപോലെ ഇത്തിരി ലൂസായിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കോൺഫ്ലെക്സിൻ്റെ ഈ മിക്സിലേക്ക് ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മളിതെല്ലാം ഈ ഒരു ഷേപ്പിൽ റെഡിയാക്കി വെക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഒരു പാൻ വെച്ച് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നല്ല ഡീപ്പ് ഫ്രൈ ആയിട്ടാണ് ഇതെടുക്കേണ്ടത്. നന്നായിട്ട് എണ്ണ തിളച്ച് വരുമ്പോഴത്തേക്കും അതിലേക്കിട്ട് ഇതെല്ലാം ഒന്ന് തിരിച്ചു മറിച്ചു വിട്ട് നല്ല ഗോൾഡൻ ആ ഒരു നിറമായി വരുമ്പോഴത്തേക്കും ഇതെടുക്കാം. ഇത് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ട് അല്ലാതെ നമുക്കൊരു പാർട്ടിക്കൊക്കെ എടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അധികം ഉളുമ്പില്ലാത്ത ഫിഷൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങളിതുപോലെ ഒന്ന് റെഡിയാക്കണേ. നല്ല ഒരു അടിപൊളി ടേസ്റ്റി ഒരു സ്നാക്കിൻ്റെ ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ.